കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൽ നടന്ന ഇളനീർ വെപ്പ് ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇളനീർ വെപ്പ് ചടങ്ങ് എന്ന് പറയുന്നത് തന്നെ കൊട്ടിയൂരിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. ദക്ഷിണ കാശിയിൽ അതായത് കൊട്ടിയൂരിൽ കോപിഷ്ഠനായ പരമശിവന്റെ കോപം തണുപ്പിക്കാൻ ആവശ്യമായ ഇളനീരുകൾ അത് ഓരോന്ന ക്ഷേത്രത്തിന്റെ തിരുവഞ്ചിറ തടാകത്തിലേക്ക് വീഴുന്ന ദൃശ്യമാണിത്. ഓരോ കരിക്കുകളും ഉഗ്രരൂപം പ്രാപിച്ച ഭഗവാന്റെ കോപം ശമിപ്പിക്കാനാണ്. ഇതെല്ലാം അടുത്ത ദിവസം അത് വെട്ടി ഇളനീർ അതിനുള്ളിലെ ഇളനീർ ശേഖരിച്ച് പെരുമാളിന്റെ സ്വയംഭൂലിംഗത്തിൽ അഭിഷേകം ചെയ്യും. അതാണ് ഇളനീരാട്ടം എന്ന ചടങ്ങ്. കൊട്ടിയൂർ പെരുമാൾ സന്നിധിയിൽ പെരുമാളിനായി ഇളനീരുകൾ ഒന്നൊന്നായി തിരുവഞ്ചിറയിൽ വീഴുന്ന ആ കാഴ്ച കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത്. 10,000-കണക്കിന് ഇളനീരുകൾ കുന്നുകൂടുകയാണ്. പുലരുന്നത് വരെ ഈ ചടങ്ങ് ഇങ്ങനെ തുടരും. ക്ഷേത്രത്തിന്റെ ഈ തിരുവഞ്ചിറ ചെറുതടാകത്തിൽ പുലരുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച ഒരു പർവ്വതം പോലെ ഇളനീരുകൾ കൂടി കിടക്കുന്നത് തന്നെയാണ്. എന്തിനാണ് ഇളനീർ വയ്പ് എന്നതിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഹൈന്ദവ പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണിത്. യാഗം നടന്നത് അക്കരെ കൊട്ടിയൂരിലാണ്. മകൾ സതിയെ ക്ഷണിക്കാതെ പിതാവ് ദക്ഷൻ നടത്തിയ യാഗമായിരുന്നു അത്. എന്നാൽ പരമശിവന്റെ പ്രിയപത്നിയായ സതി ശിവന്റെ അനുവാദം ഇല്ലാതെ തന്നെ അച്ഛന്റെ യാഗം കാണാൻ പോകുന്നു. അപമാനിതയായി തിരികെ വരരുത് എന്ന കർശന നിർദ്ദേശം നൽകിയാണ് ഭഗവാൻ സതിയെ അയക്കുന്നത്. പക്ഷേ കൊട്ടിയൂരിൽ യാഗഭൂമിയിൽ എത്തിയ മകൾ സതിയെ ദക്ഷൻ അപമാനിച്ചു. അപമാനിതയായ സതീദേവി ഈ ക്ഷേത്രമുറ്റത്ത് ഭൂമി പിളർന്ന് അതിൽ ജീവാഹൂതി ചെയ്തു. സതീദേവിയുടെ ദേഹവിയോഗം നടന്ന അമ്മാറക്കൽ ക്ഷേത്ര തിരുവഞ്ചിറയിൽ ഇന്നുമുണ്ട്. സംഭവം അറിഞ്ഞ പരമശിവനും ഭൂതഗണങ്ങളും എത്തി ദക്ഷന്റെ യാഗം മുടക്കി ദക്ഷനെ വധിച്ചു. തുടർന്ന് പെരുമാളിന്റെ കോപം ശമിപ്പിക്കാനായില്ല, അത് തണുപ്പിച്ച് ലോകത്തെ രക്ഷിക്കാനാണ് ഇളനീർ അഭിഷേകം നടത്തുന്നത്. പിന്നീട് പ്രകൃതിക്ഷോഭത്തിൽ ക്ഷേത്രം തകർന്നു. വേട്ടയാടി നടന്ന ആദിവാസികൾ അമ്പ് കല്ലിൽ മൂർച്ച കൂട്ടാൻ ഉരസിയപ്പോൾ ആ കല്ലിൽ നിന്നും വന്ന രക്തത്തെ, ആ ചുടുചോരയെ ഇളനീർ അഭിഷേകം നടത്തിയാണ് തടഞ്ഞത് എന്നതും ഐതിഹ്യമാണ്. പ്രക്കൂഴം മുതൽ വ്രതം തുടങ്ങി വിവിധ കഞ്ഞിപ്പുരകളിൽ താമസിച്ച് കഞ്ഞിപ്പാർച്ചയും മുക്കിച്ചനെയും ഒക്കെ നടത്തി വരുന്ന തണ്ടയാന്മാർ ഇളനീർ കാവുകളായി കെട്ടി ചുമലിലേറ്റി കൊട്ടിയൂരിലേക്ക് വരുന്നു. പാവനമായ ചടങ്ങാണ്. മാസങ്ങൾ വ്രതം നോറ്റവരാണ്. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ആദ്യം പുറപ്പെട്ട് കൊട്ടിയൂരിൽ എത്തുന്നതോടെയാണ് ഇളനീർ വെപ്പ് തുടങ്ങുന്നത്. മനോഹരമായ ഈ ചടങ്ങിന് സാക്ഷ്യം വയ്ക്കാൻ നിരവധി ആൾക്കാരാണ് എത്തുന്നത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയായ മന്ദംചേരിയിൽ എത്തുന്ന വ്രതക്കാർ ബാവലി പുഴക്കരയിൽ ഇളനീർ വെപ്പിനെ രാശി വിളിക്കുന്നത് വരെ കാത്തിരിക്കും. പുഴയിലെ പാലങ്ങളും തടയണയും ഒന്നും ഉപയോഗിക്കാതെ ഇവർ പുഴ ചാടിക്കടക്കുന്ന ദൃശ്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ രോമാഞ്ചം ഉണർത്തുന്ന ഒരു ദൃശ്യമാണ്. ശരീരത്ത് ഇവർ എണ്ണ തേച്ചിരിക്കും. ഉറഞ്ഞു തുള്ളിയാണ് ഇവർ ഇളനീരുമായി ഓടിയെത്തുന്നത്. രാശി വിളിച്ചതോടെ തിരുവഞ്ചിറ ജലാശയത്തിൽ ഇവർ ഇളനീരുകൾ സമർപ്പിക്കുന്നു. ഇളനീർ വെപ്പ് സമയത്ത് വാക്കന്റെ കുടലൂത്ത്, മുന്നൂറ്റാന്റെ വാദ്യം, ഇതിന്റെയൊക്കെ അകമ്പടിയോടെ വീരഭദ്ര വേഷത്തിൽ അഞ്ഞൂറ്റാൻ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി ഒറ്റക്കാലിൽ നിലയുറപ്പിക്കുന്നു. മന്ദഞ്ചേരിയിൽ രാശി വിളിക്കായി കാത്തിരിക്കുന്ന ഇളനീർ വ്രതക്കാർ കാവുമായി ബാവലി പുഴയിൽ ഇറങ്ങി മുങ്ങി നിവർന്ന് സന്നിധാനത്തിലേക്ക് ഓടി എത്തുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് ഇളനീരാട്ടം നടത്തുക. ഇളനീർ ചെത്തുന്നതിനുള്ള കത്തികൾ കത്തിത്തണ്ടയന്മാർ സമർപ്പിക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് അഷ്ടമി ആരാധന നടക്കുക.